എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിയുമായിട്ടാണ്. പൊതിച്ചോറ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നമ്മുടെ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ലഞ്ച് ബോക്സാണ്. അതായത് സ്റ്റീൽ പാത്രത്തിൽ നമ്മുടെ അമ്മമാർ നമുക്ക് തന്നുവിടുന്ന ചോറും കറികളും അതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ആ പാത്രം തുറക്കുമ്പോഴുള്ള മണം, നമ്മുടെ ക്ലാസ്സിൽ ഒരുപാട് പേര് കാണും. അപ്പോൾ ഒരുപാട് വീട്ടുകളിൽ നിന്ന് വരുന്ന ആ എല്ലാ മണം കൂടെ ഉള്ളൊരു മണം, അതൊന്ന് വേറെ തന്നെയാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ പാത്രങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, അതുപോലെ എക്സ്ചേഞ്ച് ചെയ്ത് വരെ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ അവരെല്ലാം സ്നേഹത്തോടെ ഓർക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ച് ബോക്സിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിപ്പികളാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലാദ്യം തന്നെ ഒന്നാണ് പൊട്ടറ്റോ മെഴുക്കുവരട്ടി, അതായത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് 3-4 എടുത്ത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന പാത്രം ഇരുമ്പിൻ്റെ പാത്രമാണ്. അതാണ് കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. അത് കോട്ടിംഗ് ഒന്നും പോയതല്ല. നമ്മുടെ ഇൻഡക്ഷൻ അടുപ്പിൽ അത്രയും ഭാഗത്താണ് കൂടുതലായിട്ട് ഹീറ്റ് കിട്ടുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പം വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ എരിയുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു സവാള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാം. അങ്ങനെ ഇളക്കി നോക്കി ഉരുളക്കിഴങ്ങ് വേവുന്നവരെ നന്നായിട്ടിത് ഡ്രൈ ആക്കി എടുക്കുക. കൂടുതൽ ഫ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മോര് കറിയുടെ റെസിപ്പിയാണ്. അതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് തൈര് ചേർക്കാം. ഇത് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ്, അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുള്ള തൈരാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത തൈരാണ്, അതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ 1.5 കപ്പ് തൈരിന് 1.5 കപ്പ് വെള്ളം തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ തൈരിന് കുറച്ച് കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചിട്ട് എടുത്താൽ നല്ല ഒരേപോലെ കിട്ടും. വെള്ളവും തൈരും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നന്നായിട്ട് ഉപ്പ് ചേർത്ത് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ജീരകം ഒന്ന് മൂത്ത് വന്നാൽ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ മോര് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അധികം പുളിയില്ലാത്ത തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്താൽ നല്ല പുളിയുള്ള തൈര് കിട്ടും. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മോര് ഡൈല്യൂട്ട് ചെയ്തത് ചേർക്കാം. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മോരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ചെറു തീയിലിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാടങ്ങ് തിളച്ച് പോയാൽ ഇത് പിരിഞ്ഞു പോകും. അപ്പം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെക്കുകയാണ്. ഇത് 2-3 ദിവസമൊക്കെ കേടാകാതിരിക്കുന്ന നല്ലൊരു മോരുകറിയാണ്. ഇരിക്കും തോറും ടേസ്റ്റ് കൂടിയ നല്ല കുറുകിയ മോരുകറിയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. പല രീതിയിൽ ചമ്മന്തി അരയ്ക്കാം, ചുട്ടരച്ചരയ്ക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പടം വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട്. ഈ പപ്പടം ഇനി ഒന്ന് പൊള്ളിച്ചെടുക്കുമ്പോൾ നമ്മൾ സ്റ്റൗവിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ ഹൈ പവറിൽ 1 മിനിറ്റ് വെച്ചാൽ ഇതുപോലെ നന്നായിട്ട് പപ്പടം പൊള്ളിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ വേണം. ഒരു 1/4 മുറി തേങ്ങ ചിരകിയതിലേക്ക് ഒരു കഷ്ണം പിഴുപുളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഇവിടെ ചെറിയ ഉള്ളി ഇപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് സവാള കഷ്ണങ്ങളാക്കിയതും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 3 ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ
പൊളിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് ഇട്ട് അരയ്ക്കണ്ട, എന്നാൽ ഒന്ന് മിക്സ് ആവുകയും വേണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പടം ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് കൈവച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിതിലേക്ക് മുളക് പൊടിക്ക് പകരം മുളക് ചുട്ടും എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതെങ്ങനെയാണ് പാത്രത്തിൽ വിളമ്പുന്നത് നോക്കാം. അപ്പോൾ സ്റ്റീൽ തട്ടത്തിൽ ചൂടോട് കൂടിയിട്ടുള്ള ചോറും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മെഴുക്കുവരട്ടി, ചമ്മന്തി, മോരുകറി, അച്ചാർ, ഇത്രയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മുട്ട പൊരിച്ചതോ മീൻ വറുത്തതോ ഒക്കെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെഴുക്കുവരട്ടി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. പല ടൈപ്പിലുള്ള മെഴുക്കുവരട്ടികൾ, തോരൻ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ രുചി ഓർമ്മയുള്ളവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉച്ചയ്ക്ക് നമ്മൾ ഇത്രയും കറികൾ കൊണ്ടുപോകുമെങ്കിലും നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൂട്ടുകാരും കൊണ്ടുവരും. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഷെയർ ചെയ്ത് ഒരുപാട് കറികളും കൂട്ടിയാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാറ്. അത് എൻജിനീയറിങ്ങിന് പഠിക്കുന്നിടം വരെ അത് തുടർന്നു. എൻജിനീയറിങ്ങിന് വന്നപ്പം നമ്മൾ എല്ലാവരും കൂടി ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ദിവ്യ, അതുല്യ, ഇവരുടെയൊക്കെ പാത്രങ്ങൾ തന്നെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ പാത്രം ദിവ്യ എടുക്കും, ദിവ്യയുടെ പാത്രം ഞാൻ എടുക്കും, അതുല്യയുടെ മീൻകറി. അപ്പോൾ അതെല്ലാം ഞാൻ ഓർത്തുപോയി ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി കഴിച്ചപ്പം. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും അവരുടെ അമ്മമാർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഒത്തിരി സ്നേഹം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്